ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ഗർഭിണിയാകുന്നതും അതോർത്ത് ആദർശും ദേവയാനിയൊക്കെ ഒരുപാട് സന്തോഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിൽ പറഞ്ഞിരുന്നു. അത് എല്ലാവരും തീർച്ചയായും കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നയനയ്ക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ക്ഷീണവും തലകർക്കും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കോലമൊക്കെ വരച്ച് നയന മുത്തശ്ശനെ കൊണ്ടുപോയിട്ട് ചായ കുടിക്കുകയാണ്. ഈ സമയത്താണ് നയനയ്ക്ക് തലകർക്കം അനുഭവപ്പെട്ടത്. അങ്ങനെ നയന പെട്ടെന്ന് അവിടെ ഇരിക്കുകയും ചെയ്തു. ഇത് കണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ആകെ പേടിച്ച് നയനോട് പറഞ്ഞു, മോക്ക് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ആകെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ദേവയാനി ഓടി വന്ന്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അടുക്കളയിൽ കയറണ്ടാന്ന്, നീ എന്തിനാ ഇങ്ങനെ അടുക്കളയിൽ കയറാൻ പോയത്? നിന്നോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലേ ശരീരം നന്നായി നോക്കണം, ഇപ്പോൾ റെസ്റ്റ് എടുക്കണമെന്ന്. അതൊന്നും കേൾക്കുന്നില്ലേ? എന്തിനാ ഈ രാവിലെ എഴുന്നേറ്റ്? കുറച്ച് നേരം കൂടി മോക്ക് ഉറങ്ങത്തില്ലായിരുന്നോ? ഞാൻ ഇതെല്ലാം ചെയ്തുകൊള്ളൂല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ജാനകിയും ജലജയും അനാമികയൊക്കെ അവിടെ വരുന്നത്. അവരാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം നയന ഗർഭിണിയാണെന്ന് അറിഞ്ഞതേ അവരുടെ എല്ലാം പ്ലാന് തെറ്റി. അങ്ങനെ തന്നെയാണ് ഇനിയിപ്പം ദേവയാനിക്ക് നയനോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഇവർക്ക് ഇങ്ങനെ മനസ്സിലാകുക കേട്ടോ. അപ്പോൾ ജലജ പറയുകയും ചെയ്യുന്നുണ്ട്, ഈ ദേവയാനി എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവരിങ്ങനെ മാറുമെന്ന്. ഞാൻ വിചാരിച്ചു അവർ ആ കുഞ്ഞിനെ കൊല്ലാൻ നമ്മുടെ കൂടെയൊക്കെ നിൽക്കുമെന്ന്. പക്ഷേ അവരെത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയെന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട്, വലിയമ്മയ്ക്ക് ഇപ്പോൾ തുടങ്ങിയ മാറ്റമൊന്നും അല്ല ഇത്. വല്യമ്മയുടെ കരളിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ തന്നെ വല്യമ്മയ്ക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടുകൂടി വല്യമ്മ താഴെയൊന്നും അല്ല നിൽക്കുന്നത്. നയനയോട് ഭയങ്കര സ്നേഹമാണ് വല്യമ്മയ്ക്ക്. അത് ആർക്കും മനസ്സിലാകുന്നില്ലെന്നാണ് വല്യമ്മ വിചാരിക്കുന്നത്. ചേച്ചിക്കും അനിയത്തിക്കൊക്കെ നല്ല സുഖമായി. ഇനി അവർക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണല്ലോ ചെയ്തു കൊടുക്കേണ്ടത്. എനിക്കിതിനൊന്നും പറ്റില്ല എന്നൊക്കെ ജാനകി പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ, നിങ്ങൾ അവർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഉള്ളതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നെ അവരുടെ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അന്നത്തേതുപോലെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം എൻ്റെ പേരക്കുട്ടിയാണ് നയനമോളുടെ വയറ്റിൽ കിടക്കുന്നത്. ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. അതുകൊണ്ട് അതെല്ലാം മനസ്സിൽ ഓർത്തു വെച്ച് വേണം നിങ്ങൾ അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അനാമികയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനാമികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ നവ്യനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവൾ എന്നെ നല്ലതുപോലെ തല്ലി എൻ്റെ കഴുത്തിന് പിടിച്ചു. അത് ഞാൻ ഒരിക്കലും അവളോട് ക്ഷമിക്കില്ല. അവളും അവളുടെ അനിയത്തിയും നല്ലതുപോലെ അനുഭവിക്കണം. ഞാൻ അവരെ അനുഭവിപ്പിച്ചേ അടങ്ങൂ. പിന്നെ അബിയെ കൊണ്ട് ഒന്നും നവ്യനെ ചെയ്യാൻ സാധിച്ചില്ല. നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനോ ഒന്നിനും സാധിച്ചില്ല. അതുപോലെ എനിക്കും അതിന് പറ്റിയില്ല. എന്തായാലും അബി ഇവിടുത്തെ അംഗമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ അവകാശം എന്തായാലും അബിക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ നയനയുടെ കാര്യമാണ് പ്രശ്നം. നയനയ്ക്ക് അങ്ങനെ കുഞ്ഞുണ്ടാകണ്ട. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇവിടെ ആദ്യമായിട്ടുണ്ടാകുന്ന കുഞ്ഞ് എൻ്റേതായാൽ മതി. എന്നാലേ ആദ്യത്തെ കുഞ്ഞിൻ്റെ അവകാശം എനിക്ക് കിട്ടുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ അനാമിക മനസ്സിലിങ്ങനെ ചിന്തിക്കുക കേട്ടോ. അങ്ങനെ അനാമിക തനിക്ക് എന്തൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ ആക്കാൻ പറ്റുമോ അതിനുള്ള മാർഗങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. എന്നിട്ടിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും നയനയുടെ റൂം മേളിലാണല്ലോ, അവിടുന്ന് എന്തായാലും അവൾ താഴോട്ട് ഇറങ്ങി വരും ഭക്ഷണം കഴിക്കാനെല്ലാം. അപ്പോൾ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ആ സ്റ്റെയറിൽ നിന്ന് പതുക്കെ ഒന്ന് തെന്നി വീണാൽ മതിയല്ലോ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം തീർന്നോളും, ചിലപ്പോൾ അവളുടെ കാര്യവും തീരും എന്നൊക്കെ മനസ്സിലോർത്ത് ഇങ്ങനെ സന്തോഷിക്കുകയാട്ടോ. അങ്ങനെ ദേവയാനിയാണെങ്കിൽ നയനേനെ മാറാതെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നയനയ്ക്കാണെങ്കിൽ കഷായവും അതുപോലെ അരിഷ്ടമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നയനോട് പറയുന്നുണ്ട്, ഇതൊന്നും കുടിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മേ ഇതൊന്നും കുടിക്കാറായില്ലോ, ഇപ്പോൾ കുറച്ച് മാസങ്ങളല്ലേ ആകുന്നുള്ളൂ, അപ്പോഴേ ഇതൊക്കെ കുടിക്കണോ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെന്താ നിനക്ക് ആദ്യം പ്രസവിച്ച് വല്ല ശീലമുണ്ടോ? ഇതൊക്കെ കുടിക്കണം, ഇതൊക്കെ കുടിച്ചേ പറ്റുള്ളൂ. എനിക്ക് ഇവിടുത്തെ അമ്മയും അതുപോലെ എൻ്റെ അമ്മയും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടായിരുന്നു എനിക്ക് അരിഷ്ടവും അതുപോലെ തന്നെ ലേഹ്യവും എല്ലാം എനിക്ക് മേടിച്ച് തരുമായിരുന്നു, കഷായം എല്ലാം മേടിച്ച് തരുമായിരുന്നു. അതുകൊണ്ട് നീയും ഇതൊക്കെ കുടിക്കണം, എനിക്ക് നിന്നെ പൊന്നുപോലെ നോക്കണം, നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ അനാമിക ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അനാമികയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെയും നല്ല കുശുമ്പും ദേഷ്യമാണ് നയനയോട് തോന്നുന്നത്. എന്നിട്ട് അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ,
പുന്നാര മോളെ ഇട്ട് താലോലിക്കുന്നു. ഇവർക്ക് എന്തിൻ്റെ സൂക്കേടാണ്? ഇവർക്ക് ഇവരുടെ കാര്യം നോക്കിയാൽ പോരെ. നിങ്ങൾ അധികം ഒത്തിരി സന്തോഷിക്കുകയൊന്നും വേണ്ട. ഞാൻ എന്തായാലും നിങ്ങളുടെ കൊച്ചു പേരക്കുട്ടീനെ ഇല്ലാതെയാക്കും. പിന്നെ നിങ്ങളുടെ സന്തോഷമൊക്കെ ഒന്ന് എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അനാമിക. അങ്ങനെ നയന ആദർശിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ആദർശേട്ടൻ്റെ ഫോണാണല്ലോ റിങ് ചെയ്യുന്നത്, ആദർശേട്ടനും പുറത്താണല്ലോ, ജ്വല്ലറിയിൽ നിന്നെങ്ങാനും ആയിരിക്കും വിളിക്കുന്നത്, എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുക്കാൻ വേണ്ടി നയന ധൃതിയിൽ പോവുകയാണ്. നയനാണെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടി ധൃതിയിൽ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാട്ടോ. ഈ സമയത്ത് സ്റ്റെയറിന് കുറുകെ നമ്മുടെ അനാമിക വള്ളി കെട്ടി വെച്ചിട്ടുണ്ട്. നയൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ വള്ളിയിൽ തട്ടി താഴോട്ട് ഉരുണ്ട് വീഴുകയാണ്. ഈ സമയത്ത് ദേവയാനിയാണെങ്കിൽ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നയന പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരികയും അവിടുന്ന് ഉരുണ്ട് താഴോട്ട് വീഴാൻ വേണ്ടി വരുന്നതൊക്കെ ദേവയാനി കാണുന്നുണ്ട്. ദേവയാനിക്കാണെങ്കിൽ അനാമിക എന്തോ ചെയ്തതാണെന്ന് മനസ്സിലാകുകയും ചെയ്തു. ദേവയാനി പെട്ടെന്ന് ഓടിപ്പോയി നയനനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഭയങ്കര വെപ്രാളത്തോടെ കാറിക്കൊണ്ടൊക്കെ ആയിട്ട് പോകുന്നത്. അയ്യോ എൻ്റെ കുട്ടിക്ക് എന്തു പറ്റിയെന്നൊക്കെ പറഞ്ഞ് ആകെ വെപ്രാളത്തോടെ കാറിക്കൊണ്ടാണ് നയനയുടെ അടുത്തോട്ട് പോകുന്നത്. ഭാഗ്യത്തിന് ദേവയാനി ചെന്നപ്പോഴത്തേക്കും ദേവയാനിയുടെ മേത്തോട്ടാണ് നയന ഉരുണ്ട് വീണത്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വീഴുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നയനയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല കേട്ടോ. ദേവയാനിക്കാണെങ്കിലും അങ്ങങ്ങും ചെറിയൊരു വേദന സംഭവിച്ചതല്ലാതെ വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ദേവയാനി മുകളിലോട്ട് നോക്കുമ്പോൾ അനാമിക അവിടെ നിൽക്കുന്നതാട്ടോ കാണുന്നത്. ദേവയാനി സംശയിച്ചതുപോലെ തന്നെ അനാമികയാണ് ഇത് ചെയ്തതെന്ന് ദേവയാനിക്ക് മനസ്സിലാകുകയും ചെയ്തു. ദേവയാനി ആണെങ്കിൽ ദേഷ്യത്തോടെ ഓടി അനാമികയുടെ അടുത്ത് ചെന്നിട്ട് അനാമികയുടെ രണ്ടെണ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടി നീ തന്നെയല്ലേ ഇത് ചെയ്തത്, നീ ഇത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, നീ ഇവളുടെ കുഞ്ഞിനെ നശിപ്പിക്കുമെന്നുള്ള കാര്യം ഉറച്ചു തന്നെയാണ് ഞാൻ നിന്നിരുന്നത്, എന്തായാലും നീ ഈ പണി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതിരെ തല്ലുകയാണ്. ഈ സമയത്ത് എല്ലാവരും അങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആകെ ഇത് കണ്ടിട്ട് സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആർക്കും തന്നെ അവിടെ സംഭവിച്ചതൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ദേവയാനി അനാമികയോട് പറയുന്നുണ്ട്, എടി നീയല്ലേടി ഇവിടെ ചെയ്തത്, നീയല്ലേ എൻ്റെ നയനമോളെ ഉന്തിയിട്ടത്, ആർക്കൊന്നും മനസ്സിലാകില്ലെന്നാണോ നീ ചിന്തിച്ചേന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്താ വല്യമ്മ എന്താ പറയുന്നത്, ഞാൻ എന്തിനാ നയനേനെ ഉന്തിയിടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ താഴെ നിന്ന് എല്ലാം കണ്ടുകൊണ്ടാടി നിന്നത്, നീ തന്നെയാണ് ഇവളെ ഉന്തിയിട്ടത്, ഇവക്ക് ഇപ്പോൾ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, ഇവക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് നിനക്കറിയാം അറിയത്തില്ലേ, നീ അതിനു വേണ്ടി തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി തന്നെ അല്ലടി നീ ഇതൊക്കെ ചെയ്തത്, നീ ആ പിഞ്ചു കുഞ്ഞ് നിന്നോട് എന്താടി തെറ്റ് ചെയ്തത്, നീ എന്തിനാടി ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി വല്ലാതെ ദേഷ്യപ്പെടുകയാട്ടോ. നയനയാണെങ്കിലും പറയുന്നുണ്ട്, അതേ അമ്മേ ഇവള് തന്നെയാണ് ചെയ്തത്, ഇവള് അങ്ങനെ ആ വള്ളി കെട്ടിയത് കൊണ്ടാണ് ഞാൻ വീണത്, അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റുകയില്ലായിരുന്നു, ഇവക്ക് എന്തായാലും ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു, അതെന്തായാലും അമ്മ കൊടുത്തു, അതോടെ അത് പൂർത്തിയായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, എടി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വെറുതെ വെച്ചേക്കില്ലായിരുന്നു, ഭാഗ്യത്തിന് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത് എന്തോ ദൈവാനുഗ്രഹം, അതുകൊണ്ട് നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിയും പറയുന്നുണ്ട്, സാരമില്ല ഏട്ടത്തി, അവളെ വെറുതെ വിട്ടേക്ക്, അതൊക്കെ അവളുടെ പക്വത കുറവുകൊണ്ട് സംഭവിച്ചതല്ലേ ഏട്ടത്തി, അവൾ വെറുതെ വിട്ടേക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ജാനകി, നിൻ്റെ മരുമകൾക്കാണോ പക്വത കുറവ്? ഒരു പക്വത കുറവല്ല, നീ ഇനിയെങ്കിലും നല്ലത് പറഞ്ഞ് അവളെ തിരുത്താൻ നോക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ഇത് തീരെ ശരിയാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിലും അവിടെ വന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ ഇവിടെ ജീവനോടെ ഉണ്ടാകുമെന്ന് നീ കരുതിയോ? നീ ഒരിക്കലും ജീവനോടെ ഉണ്ടാകില്ല, നിന്നെ ജീവനോടെ തന്നെ ഞാൻ കത്തിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഓ എല്ലാവരും ഇപ്പോൾ ഒറ്റ കെട്ടാണല്ലേ, ഞാൻ വള്ളി വെച്ച് നയനേനെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? വല്യമ്മ കണ്ടിരുന്നോ ഞാൻ വള്ളി വെക്കുന്നത്? ഞാൻ മുകളിൽ നിൽക്കുന്നതല്ലേ കണ്ടുള്ളൂ, അതല്ലാതെ ഞാൻ അവളെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? പിന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? വല്യമ്മ ഒരുപാട് മാറിയിരിക്കുന്നു. നേരത്തെ വല്യമ്മയുടെ മരുമോളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ വല്യമ്മ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. അതനുസരിച്ച് വല്യമ്മയുടെ പോലത്തെ ഒന്നിൻ്റെ സ്വഭാവമൊന്നും എനിക്കില്ല. ഞാൻ എന്തായാലും ഒന്നും മാറാനും ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അവിടുന്ന് പോവുകയാട്ടോ. ആദർശാണെങ്കിൽ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ കണ്ടിരുന്നോ ഇങ്ങനെ ചെയ്യുന്നത്? ശരിക്കും അമ്മ കണ്ടതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ ഞാൻ കണ്ടതാ മോനെ, ഇത് അവൾ തന്നെയാണ് ചെയ്തത്, അവൾ വെറുതെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാ, അതുകൊണ്ട് അവൾ പെട്ടെന്ന് ഇവിടുന്ന് പോയത് എന്നൊക്കെ പറയുമ്പോൾ നയനയും പറയുന്നുണ്ട്, അതെ ഇത് എന്തായാലും ഉറപ്പായിട്ടും അനാമിക തന്നെ ചെയ്തതാണ്, അല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, എന്തായാലും ഭാഗ്യം കൊണ്ട് ദൈവ കടാക്ഷം കൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇനി ഇതിപ്പോൾ വലിയ പ്രശ്നമാക്കാൻ വേണ്ടി നിൽക്കണ്ട, എന്തായാലും ദൈവം കാത്തല്ലോ എൻ്റെ കുട്ടിയെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ.
എന്നാൽ ദേവയാനിയാട്ടെ ഇതൊന്നും മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ. ദേവയാനിയാണെങ്കിൽ അനാമികനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അനാമിക ഒറ്റയ്ക്കുള്ള സമയത്ത് അനാമികയുടെ അടുത്ത് ചെന്ന് ദേവയാനി പറയുന്നുണ്ട്, നിന്നെ ഞാനൊന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും ഉള്ളപ്പോൾ നിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയല്ലോ നിൻ്റെ അമ്മ കാരണം മാത്രമാണ് നീ ഇവിടെ നിന്ന് പോകുന്നത്. അത് നീ ഓർത്തോ. നീ ഇനി എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി അനാമികയുടെ കാരണം കുറിച്ച് പൊതിരെ കൊടുക്കുകയാട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അനാമികയോട് പറയുന്നുണ്ട്, ഇനി നീ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ ചിന്തിക്കേണ്ട. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് സൂക്ഷ്യം കണ്ടു നടന്നു. ഇനി എൻ്റെ നയനമോളുടെ നിഴലിൻ്റെ അടുത്ത് പോലും നീ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി മോളേന്ന് വിളിച്ചിട്ട് നയനയുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നയനയുടെ അടുത്ത് ചെന്ന് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, മോളെ നീ എന്തായാലും വീണതല്ലേ, നമുക്കിതൊന്ന് ആശുപത്രി കാണിക്കണം. ഡോക്ടറെ ഒന്ന് കാണിച്ചെങ്കിലേ ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയത്തുള്ളൂ. എന്തായാലും സ്കാനിങ് ഒന്നും ചെയ്തില്ലോ, നമുക്കൊന്ന് പോയി സ്കാനിങ് ചെയ്യാം. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊക്കെ വേണോ അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് എന്തായാലും ഇതൊന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നും പറഞ്ഞ് നയനയും ആദർശും ദേവയാനിയും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. അങ്ങനെ ഡോക്ടറെ അടുത്തുനിന്ന് ദേവയാനി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. നയന വീണ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാം. പിന്നെ സ്കാനിങ് ചെയ്തില്ലല്ലോ, സ്കാനിങ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ സ്കാനിങ്ങിന് വേണ്ടിയൊക്കെ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഡോക്ടർ നോക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇതിനകത്ത് കുഴപ്പമൊന്നും കാണുന്നില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.